ഇതിഹാസങ്ങൾ ഫുട്ബോളിൽ നിന്നും വിട പറയുന്നു. ഒരു ശരാശരി ഫുട്ബോൾ പ്രേമിയുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കാൽപന്ത് കളി കൊണ്ട് ലോകത്തെ അറിയാൻ പഠിപ്പിച്ച, ഫുട്ബോളിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ഫുട്ബോളിൻ്റെ സൗന്ദര്യം നമുക്ക് മുന്നിൽ ഒരുപാട് തവണ കാട്ടിത്തന്ന, ഒരു തലമുറയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഫുട്ബോളിൻ്റെ ഇതിഹാസങ്ങൾ ഫുട്ബോളിൽ നിന്നും വിട പറയുന്നു. ഈ കണ്ടതൊക്കെ സ്വപ്നമെന്നോണം ആസ്വദിക്കുക. ആ മൈതാനത്ത് മാന്ത്രികത കൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ആശ്ചര്യപ്പെടുത്തിയതുമായ കാര്യങ്ങൾ ഓർത്ത് അതിൽ മതിവരുവോളം ആനന്ദം കണ്ടെത്തുക. ഇനി വളർന്നു വരുന്ന തലമുറയോട് പറയാൻ ഒരുപാട് കഥകൾ കണ്ടെത്തുക. ഒരു ഫുട്ബോൾ യുഗം ഇവിടെ അവസാനിക്കുന്നു. മെസ്സിയും നെയ്മറും റൊണാൾഡോവും ഇല്ലാത്ത ഒരു ഫുട്ബോൾ യുഗം. നന്ദി. ഒരു തലമുറയെ സന്തോഷിപ്പിച്ചതിനും സങ്കടപ്പെടുത്തിയതിനും ഫുട്ബോളിൻ്റെ സൗന്ദര്യം മതിവരുവോളം പകർന്നു തന്നതിനും അങ്ങനെ എല്ലാത്തിനും നന്ദി. ഇനി പുതിയ കാലത്തിൻ്റെ ഫുട്ബോൾ യുഗം ഇവിടെ ആരംഭിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി NN കക്കാടിൻ്റെ കവിതയിലെ വരികൾ പോലെ: കാലമിനിയും മുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇതിഹാസങ്ങൾ തന്നെ തുടരട്ടെ, ഒപ്പം പുതിയ ഇതിഹാസങ്ങൾ പിറക്കട്ടെ.